ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ നോക്കാൻ പോണത് സാറ എഫ് എക്സ് എന്ന് പറയുന്ന ഫോറക്സ് ബ്രോക്കറിൽ നമ്മളൊരു റിയൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നത് എങ്ങനെയാണെന്നാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ സൈറ്റ്, അതായത് എഫ് എക്സ് ബി എന്ന് പറയുന്ന റോബോട്ട് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതിൽ റിയൽ അക്കൗണ്ട് എടുക്കുന്നത്. ഓക്കെ, അപ്പം എഫ് എക്സ് ബിയുടെ സൈറ്റിൽ കൂടെ നമുക്ക് സാറ എഫ് എക്സിലോട്ട് റീഡയറക്റ്റ് ചെയ്ത് നമുക്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ പറ്റും. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ലിങ്ക് വഴി നമുക്ക് അതിനകത്ത് സാറ എഫ് എക്സിൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഈ രണ്ട് മെത്തേഡ് വഴി നമുക്ക് അതിനകത്ത് ഓപ്പൺ ചെയ്താൽ മാത്രമേ നമുക്ക് എഫ് എക്സ് ബിയുടെ റോബോട്ടുമായിട്ട് കണക്ട് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. ഓക്കെ, അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് അവിടെ സൈറ്റിൽ കയറിയിട്ട് ജസ്റ്റ് സാറ എഫ് എക്സിന് ടച്ച് ചെയ്താൽ നമ്മൾ സാറ എഫ് എക്സിൻ്റെ പേജിലോട്ട് നമ്മൾ ഓപ്പൺ ആവുന്നതാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ പേജിൽ ഓപ്പൺ ആയിട്ടുണ്ട്. ഇതിൽ നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി രജിസ്റ്റർ നൗ എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ടല്ലോ, അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനത്തെ ഓപ്ഷൻ കാണിക്കും. അപ്പോൾ ഇതിൽ നമ്മൾ നോക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഇൻഡിവിജ്വൽ, കമ്പനി അക്കൗണ്ട്, രണ്ട് അക്കൗണ്ട് ഉണ്ട്. അപ്പോൾ നമുക്ക് ഇൻഡിവിജ്വൽ അക്കൗണ്ടാണ്, നമുക്ക് സ്വന്തം അക്കൗണ്ടാണ്. ഓക്കെ, അപ്പോൾ അതിനുവേണ്ടി ഇൻഡിവിജ്വൽ ആണെങ്കിൽ അത് സെലക്ട് ആയി കിടക്കും, അത് തന്നെ സെലക്ട് ചെയ്യുക. ഓക്കെ, അതിനുശേഷം നമ്മുടെ ഫസ്റ്റ് നെയിം, ലാസ്റ്റ് നെയിം, ഇമെയിൽ, പാസ്വേഡ് അത് കൺഫേം ഒന്നുകൂടെ ചെയ്യുക. അതിനുശേഷം കറൻസി കൺട്രി ഓഫ് റെസിഡൻസ്, അതായത് നമ്മൾ ഇന്ത്യയിലാണെങ്കിൽ ഇന്ത്യ കൊടുക്കുക. അതിനുശേഷം കൺട്രി കോഡ്, നമ്മുടെ മൊബൈൽ നമ്പർ, USD എന്നുള്ളത് അത് തന്നെ സെലക്ട് ചെയ്യുക. അതിനുശേഷം രജിസ്റ്റർ നൗ എന്നൊരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മൾ കൊടുത്ത ഇമെയിൽ ID യിലോട്ട് നമുക്കൊരു വെരിഫിക്കേഷൻ പോവും. അപ്പം ജസ്റ്റ് നമ്മൾ മെയിലൊന്ന് ഓപ്പൺ ചെയ്യുക. ഓക്കെ, നമ്മൾ കൊടുത്ത ഇമെയിൽ ID ഒന്ന് ഓപ്പൺ ആയി, ആ മെയിലൊന്ന് ഓപ്പൺ ചെയ്യുക, Gmail ഒന്ന് ഓപ്പൺ ചെയ്യുക. ഓക്കെ, അപ്പം ജസ്റ്റ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഇതിൽ നമ്മൾ ഒന്ന് റിഫ്രഷ് ചെയ്താൽ നമ്മൾ മെയിൽ അവിടെ വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതിൽ കൺഫേം ഇമെയിൽ അഡ്രസ്സ് എന്ന് കാണിക്കും, അതിലൊന്ന് ടച്ച് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഇമെയിൽ വെരിഫൈ ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിൽ നിന്ന് തന്നെ നമുക്ക് റീഡയറക്റ്റ് ആയിട്ട് വീണ്ടും ആ പേജിലോട്ട് തന്നെ ഓപ്പൺ ആവും. അപ്പോൾ ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ബാക്കിയുള്ള കാര്യങ്ങൾ നമ്മൾ ഫില്ല് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്. ഓക്കെ, ജസ്റ്റ് ഒന്ന് ലോഡായി വന്നോട്ടെ. ഓക്കെ, നമുക്കിപ്പം ഓപ്പണായി വന്നിട്ടുണ്ട്. നമ്മൾ ഫസ്റ്റ് നെയിം അവിടെ കൊടുക്കാൻ ഉണ്ട്, ലാസ്റ്റ് നെയിം ഉണ്ട്, ഫോൺ നമ്പർ ഉണ്ട്, ഇന്ത്യ എന്നുള്ള കൺട്രി ഉണ്ട്. അതിനുശേഷം നമ്മൾ താഴെ നമ്മൾ ഡേറ്റ് ഓഫ് ബർത്ത്, ഡേറ്റ്, മന്ത്, ഇയർ, അപ്പോൾ അതൊന്ന് സെലക്ട് ചെയ്തിട്ട് അത് കറക്റ്റായിട്ട് കൊടുക്കുക. ഓക്കെ, അതൊന്ന് തെറ്റിപ്പോരുത്. നമ്മൾ ആധാറിലുള്ള അതേ പേരും അതേ അഡ്രസ്സല്ല, അതേ ഡേറ്റ് ഓഫ് ബർത്തും എല്ലാം കറക്റ്റായിട്ട് അത് തന്നെ കൊടുക്കുക. ഓക്കെ, ഒന്നും ഒരു വ്യത്യാസം വരാൻ പാടില്ല. അപ്പോൾ അത് ഡേറ്റും മന്തും എല്ലാം ഇയറും എല്ലാം സെലക്ട് ചെയ്തിട്ട് നെക്സ്റ്റ് എന്ന് പറയുന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് എംപ്ലോയ്മെൻറ്റ് ഇൻഫർമേഷനാണ് ഇവിടെ കൊടുക്കേണ്ടത്. ഓക്കെ, അപ്പോൾ എംപ്ലോയ്മെൻറ്റ് സ്റ്റാറ്റസ് നമുക്കിപ്പം നമ്മളിപ്പം വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ വർക്ക് ചെയ്ത് കൊടുക്കുക, അൺഎംപ്ലോയ്ഡ് ആണെങ്കിൽ അൺഎംപ്ലോയ്ഡ് കൊടുക്കുക, അല്ലെങ്കിൽ എംപ്ലോയ്ഡ് ആണെങ്കിൽ സെൽഫ് എംപ്ലോയ്ഡ് എന്ന് കൊടുക്കുക. ഓക്കെ, അപ്പോൾ അതിൽ ഓപ്ഷൻസ് ഉണ്ട്, അതെന്താണെന്ന് വെച്ചാൽ അത് കൊടുക്കുക. അതിനുശേഷം ഇൻഡസ്ട്രി ഏതാണെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഏതാണ്, നമ്മൾ ചെയ്യുന്ന ജോലി ഏതാണെന്ന് വെച്ചാൽ അത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഏത് കൊടുത്താലും പ്രശ്നമൊന്നുമില്ല. ജസ്റ്റ് ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മുടെ എംപ്ലോയ്മെൻറ്റ് പൊസിഷനാണ് ചോദിക്കുന്നത്. അപ്പോൾ അതും ഏതാണ് പൊസിഷൻ, നമ്മൾ ഏത് ജോലിയിലാണെന്ന് വെച്ചാൽ അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഏത് കൊടുത്താലും പ്രശ്നമൊന്നുമില്ല. ഓക്കെ, എഡ്യൂക്കേഷൻ ലെവൽ ചോദിക്കുന്നുണ്ട്. അപ്പം നമ്മൾ എത്ര വരെ പഠിച്ചെന്ന് പറഞ്ഞാൽ അത് കൊടുക്കുക. ജസ്റ്റ് അത് ക്വസ്റ്റ്യൻസ് മാത്രമാണ്, ഏതുകൊണ്ടിലും കൊടുക്കാം, നമുക്ക് കുഴപ്പമൊന്നുമില്ല. ഓക്കെ, അതിനുശേഷം നെക്സ്റ്റ് എന്ന് പറയുന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ അടുത്ത പേജിലോട്ട് വരും. ഇവിടെ നമ്മൾ കൊടുക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഫിനാൻഷ്യൽ ഇൻഫർമേഷനാണ്. അപ്പോൾ ഇതിൽ നമ്മൾ വരുമാനം കാര്യങ്ങളൊക്കെയാണ് ചോദിക്കുന്നത്. അപ്പോൾ അത് ജസ്റ്റ് ഏതെങ്കിലും ഒരു കൊടുക്കുക. അത് നമുക്ക് കൃത്യമായിരിക്കണമെന്നും നിർബന്ധമൊന്നുമില്ല, ഏത് വേണമെങ്കിലും നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ജസ്റ്റ് ഏതാണെന്ന് വെച്ചാൽ സെലക്ട് ചെയ്ത് കൊടുക്കുക. താഴെയും നമ്മുടെ ഫിനാൻഷ്യൽ ഇത് തന്നെയാണ് ചോദിക്കുന്നത്.
അതൊന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം താഴെ US റെസിഡൻ്റ് ആണോ എന്നാണ് ചോദിക്കുന്നത്. ഓക്കെ, അത് നമ്മൾ നോ കൊടുക്കുക. ഓക്കെ, US സിറ്റിസൺ ഓർ US റെസിഡൻസ് ഉണ്ടോ എന്നാണ് ചോദിക്കുന്നത്. ഓക്കെ, അത് നമ്മൾ നോ കൊടുക്കുക. അതിനുശേഷം നെക്സ്റ്റ് കൊടുക്കുക. നെക്സ്റ്റ് കൊടുക്കുമ്പോൾ നമുക്ക് ഇങ്ങനൊരു രണ്ട് ഓപ്ഷൻസ് പറയും. അത് രണ്ടും ക്ലിക്ക് ചെയ്ത ശേഷം നെക്സ്റ്റ് കൊടുക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ നെക്സ്റ്റ് രണ്ടും ക്ലിക്ക് ചെയ്ത് നെക്സ്റ്റ് കൊടുത്ത് അവിടെ ലോഡിങ് ആവുന്നുണ്ട് താഴെ. അപ്പോൾ ലോഡിങ് കംപ്ലീറ്റ് ആവുന്നവരൊന്ന് വെയിറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ അത് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അതൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ അടുത്തൊരു പേജിലോട്ട് ഇപ്പോൾ ഓപ്പൺ ആയിട്ടുണ്ട്. ഇതിൽ നമ്മൾ ചോദിക്കുന്നത് വീണ്ടും US റെസിഡൻസ് ആണോ എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ നോൺ US റെസിഡൻസ് എന്ന് പറയുന്ന ഓപ്ഷനിൽ ടച്ച് ചെയ്തിട്ട് കണ്ടിന്യൂ കൊടുക്കുക. അടുത്ത് ചോദിക്കുന്നത് നമ്മളെ ഫുൾ നെയിം, അതായത് ഫസ്റ്റ് നെയിമും ലാസ്റ്റ് നെയിമും ചോദിക്കുന്നുണ്ട്. അതിനുശേഷം ഡേറ്റ് ഓഫ് ബർത്തും ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതൊന്ന് കറക്റ്റായിട്ട് എൻ്റർ ചെയ്ത് കൊടുത്തതിന് ശേഷം നെക്സ്റ്റ് കൊടുക്കുക. ഓക്കെ, അപ്പോൾ അത് കറക്റ്റായിട്ട് എൻ്റർ ചെയ്ത് കൊടുത്തു, കണ്ടിന്യൂ കൊടുത്തു. അതിനുശേഷം നമ്മൾ നമ്മുടെ ആധാർ നമ്പർ, അതായത് വെരിഫിക്കേഷനാണ് ചോദിക്കുന്നത്. നമ്മുടെ ആധാർ നമ്പർ ജസ്റ്റ് ഒന്ന് അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം സെൻഡ് വെരിഫിക്കേഷൻ കോഡ് കൊടുക്കുക. അപ്പം നമ്മുടെ ആധാർ ലിങ്ക് ചെയ്തേക്കുന്ന മൊബൈൽ നമ്പറിലോട്ട് നമുക്കൊരു OTP വരും. ആ OTP അവിടെ എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ആധാർ രജിസ്റ്റർ ചെയ്തേക്കുന്ന ആ മൊബൈൽ നമ്പർ നമ്മുടെ അടുത്ത് വേണം, എങ്കിലേ നമുക്ക് OTP കിട്ടത്തുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് OTP വന്നിട്ടുണ്ട്. അതൊന്ന് എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം കണ്ടിന്യൂ കൊടുക്കുക. അതിനുശേഷം വീണ്ടും ID വെരിഫിക്കേഷൻ സക്സസ് ആയിട്ടുണ്ട്. അപ്പോൾ അതിനുശേഷം നെക്സ്റ്റ് കൊടുക്കുക. നെക്സ്റ്റ് കൊടുക്കാൻ നമുക്കൊരു സെൽഫി അവിടെ ചോദിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ആ ഫോട്ടോയിൽ അതിൽ കാണിക്കുന്ന കണക്ക് തന്നെ നമ്മൾ ജസ്റ്റ് ഒന്ന് റൗണ്ട് ചെയ്യുക, നമ്മുടെ ഫേസ് ഒന്ന് റൗണ്ട് ചെയ്യുക. ഓക്കെ, അത് സക്സസ് ആയിട്ടുണ്ട്. അതിനുശേഷം കണ്ടിന്യൂ കൊടുക്കുക. അപ്പം നമ്മുടെ യുവർ വെരിഫിക്കേഷൻ സക്സസ്ഫുൾ, യു ഹാവ് ബീൻ വെരിഫൈഡ്, നമ്മൾ വെരിഫൈഡ് ആയിട്ടുണ്ട്. ഓക്കെ, ഇത്രയേ ഉള്ളൂ വെരിഫിക്കേഷൻ സാറ FXൽ. ഓക്കെ, ഇനി അടുത്ത് നമ്മൾ മെയിൻ പേജിലോട്ട്, അതായത് ഡാഷ്ബോർഡിലോട്ട് ഓപ്പൺ ചെയ്യും. ഓക്കെ, അപ്പോൾ നമ്മളിപ്പം മെയിൻ ഡാഷ്ബോർഡിലോട്ട് വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ സാറ FXൽ നമ്മൾ അക്കൗണ്ട് ഓപ്പൺ ആയിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ നമുക്കൊരു സാറ FXൽ നമുക്കത് മെയിൻ വാലറ്റാണ് ഇപ്പോൾ ഓപ്പൺ ആയിരിക്കുന്നത്. അപ്പോൾ നമുക്കൊരു ട്രേഡിംഗ് അക്കൗണ്ടിനകത്ത് റിയൽ ട്രേഡിംഗ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യേണ്ടതുണ്ട്. ഓക്കെ, അപ്പോൾ അതിനുവേണ്ടി ജസ്റ്റ് ഒന്ന് താഴോട്ട് സ്ക്രോൾ ചെയ്യുക. സ്ക്രോൾ ചെയ്യുമ്പോൾ നമുക്കിവിടെ ഓപ്പൺ അക്കൗണ്ട് എന്ന് കാണിക്കും, നോ ട്രേഡിംഗ് അക്കൗണ്ട് അവൈലബിൾ എന്ന് കാണിക്കും. അതിനുശേഷം മേളിൽ ഓപ്പൺ അക്കൗണ്ട് എന്നൊരു ഓപ്ഷൻ ഉണ്ടല്ലോ. അപ്പോൾ അതിലാണ് നമുക്ക് റിയൽ അക്കൗണ്ട്, അതായത് നമ്മൾ ട്രേഡിംഗ് അക്കൗണ്ട് അത് വേറെയാണ് നമുക്ക്. അപ്പോൾ അത് ജസ്റ്റ് നമ്മൾ ട്രേഡിംഗ് അക്കൗണ്ട് നമ്മൾ ഓപ്പൺ ചെയ്യേണ്ടതുണ്ട്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഓപ്പൺ അക്കൗണ്ട് എന്നൊരു ഓപ്ഷനിൽ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്യുക. അപ്പോൾ നമുക്കിവിടെ താഴെ രണ്ട് ഓപ്ഷൻ കാണിക്കുന്നുണ്ട്, റിയൽ അക്കൗണ്ട് വേണോ ഡെമോ അക്കൗണ്ട്. നമുക്ക് റിയൽ അക്കൗണ്ടാണ് വേണ്ടത്. ഓക്കെ, അപ്പോൾ റിയൽ എന്ന് പറയുന്നതിൽ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്യുക. അപ്പം കുറച്ച് ഓപ്ഷൻസ് അവിടെ കാണിക്കും, സ്റ്റാർട്ടർ, ബിസിനസ്, പ്രൊഫഷണൽ, VIP. അതിൽ നമുക്ക് വേണ്ടത് സ്റ്റാർട്ടർ അക്കൗണ്ടാണ്. അതായത് ഏറ്റവും ടോപ്പിലുള്ള സ്റ്റാർട്ടർ എന്ന് പറയുന്നതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്കിവിടെ അതിൻ്റെ ലിവറേജും കാര്യങ്ങളൊക്കെ താഴോട്ട് കാണിക്കും. അതിനുശേഷം നമ്മൾ ആദ്യം കൊടുത്ത ഒരു പാസ്വേഡ് ഉണ്ടല്ലോ, ആ പാസ്വേഡ് ജസ്റ്റ് അവിടെ ഒന്ന് യുവർ പ്രൊഫൈൽ പാസ്വേഡിൻ്റെ അവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം സബ്മിറ്റ് റിക്വസ്റ്റ് എന്നൊരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, പാസ്വേഡ് എൻ്റർ കൊടുത്തു. അതിനുശേഷം സബ്മിറ്റ് റിക്വസ്റ്റ് കൊടുത്തു. അപ്പോൾ നമ്മുടെ ട്രേഡിംഗ് അക്കൗണ്ട് അവിടെ ഓപ്പൺ ആയിട്ടുണ്ട്. ഇതൊന്ന് ജസ്റ്റ് ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വയ്ക്കുക.
നമ്മൾ ട്രേഡിംഗ് അക്കൗണ്ട് നമ്പറും അതായത് യൂസർ ഐ ഡിയും പാസ്വേഡുമാണ്. അത് നമുക്ക് വേണ്ടതാണ്, നമുക്ക് മാറ്റാൻ പറ്റും. എങ്കിലും നമുക്കതൊന്ന് സേവ് ചെയ്ത് വയ്ക്കുക, അതിന് ശേഷം വേണമെങ്കിൽ മാറ്റാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ റിയൽ അക്കൗണ്ട് ഒരെണ്ണം ഇവിടെ ഓപ്പണായി വന്നിട്ടുണ്ട്. MT5 നമുക്ക് റിയൽ അക്കൗണ്ട് ഓപ്പൺ ആയിരിക്കുന്നത്. ഓക്കെ, MT5 നമുക്കിത് ഓപ്പൺ ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ നമുക്കിവിടെ ജസ്റ്റ് ഇവിടെ മേളിൽ കാണിക്കുന്നുണ്ട്. ഓക്കെ, ഇവിടെ MT5 നമുക്കൊരു റിയൽ അക്കൗണ്ട് ഇവിടെ ഓപ്പൺ ആയിട്ടുണ്ട്. ഓക്കെ, അടുത്തായി നമ്മൾ നോക്കാൻ പോണത് സാറ FXൽ നമ്മൾ ഒരു $100 ഡെപ്പോസിറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ് നമ്മൾ നോക്കാൻ പോകണം. ഓക്കെ, അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്തതിന് ശേഷം നമുക്കവിടെ ഡെപ്പോസിറ്റ് വിഡ്രോവൽ 2 ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, അതിൽ ഡെപ്പോസിറ്റ് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ഇങ്ങനെ കുറേ ഓപ്ഷൻസ് വരും. അതിൽ നമുക്ക് $100 ആണെങ്കിൽ ആ $100 ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ക്രിപ്റ്റോ പേയ്മെൻറ്റും ഉണ്ട്, അല്ലാത്തുള്ള ഇന്നർ പേയ്മെൻറ്റും ഉണ്ട്. ഓക്കെ, നമ്മളിപ്പോൾ ക്രിപ്റ്റോ ആണ് ചെയ്യുന്നത്, അപ്പോൾ ക്രിപ്റ്റോ സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം എമൗണ്ട് $100 സബ്മിറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്കിവിടെ പേയ്മെൻറ്റ് കറൻസി ഏതാണെന്ന് സെലക്ട് ചെയ്യാനുള്ള ചോദിക്കും. നമുക്കിവിടെ USDT ആയിട്ടാണ് സെൻഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ Tether US എന്ന് പറയുന്നത് അതിൽ ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്കിവിടെ നെറ്റ്വർക്ക് ഒരുപാട് കാണിക്കും. നമ്മളിപ്പം സെലക്ട് ചെയ്യുന്ന നെറ്റ്വർക്ക് TRX ആണ്. അപ്പോൾ USDT TRX നെറ്റ്വർക്ക് സെലക്ട് ചെയ്ത് കൊടുത്തു. അപ്പോൾ നമുക്കൊരു QR കോഡും അഡ്രസ്സും കിട്ടും. TRC20 അഡ്രസ്സ് കിട്ടും. ഓക്കെ, അത് ജസ്റ്റ് അവിടെ നിന്ന് കോപ്പി ചെയ്യുക. നമ്മളിപ്പോൾ എവിടെ നിന്നാണ് അയക്കുന്നത് അതിൽ ഒന്ന് ജസ്റ്റ് ഞാൻ ഇപ്പോൾ ബിനാൻസിൽ നിന്ന് അയക്കുന്ന ബിനാൻസ് ഓപ്പൺ ചെയ്യുക. അതിനുശേഷം അതിൽ വിഡ്രോവലിൻ്റെ ഓപ്ഷൻ കൊടുക്കുക. വിഡ്രോവലിൻ്റെ ഓപ്ഷൻ കൊടുത്തിട്ട് USDT സെലക്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് സെൻഡ് വയ ക്രിപ്റ്റോ നെറ്റ്വർക്ക് കൊടുക്കുക. അതിനുശേഷം നമ്മുടെ അവിടെ കോപ്പി ചെയ്തത് അഡ്രസ്സ് അവിടെ പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ട്രോൺ നെറ്റ്വർക്ക് സെലക്ട് ചെയ്യുക. TRX നെറ്റ്വർക്ക് സെലക്ട് ചെയ്യുക, TRC20. അതിനുശേഷം എമൗണ്ട് അവിടെ അടിച്ചു കൊടുക്കുക. അപ്പോൾ നമ്മൾ 100 അയക്കുന്നതെങ്കിൽ 101 നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കണം, എങ്കിലേ നമുക്കവിടെ 100 കിട്ടത്തുള്ളൂ. ഓക്കെ, അതിനുശേഷം വിഡ്രോ കൊടുക്കുക. അപ്പോൾ അത് വിഡ്രോ കൺഫേം ആയിട്ടില്ല. കൺഫേം ആവുന്നേരം ഒന്ന് ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക. വെരിഫൈ പാസ്വേഡ് ചോദിക്കും. പാസ്വേഡ് എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം വിഡ്രോവൽ പ്രോസസ്സിങ് എന്ന് കാണിക്കും. ഓക്കെ, ഒന്ന് സക്സസ് ആവുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യുക. അപ്പോൾ നമുക്കിവിടെ സക്സസ് ആയിട്ടുണ്ട്. നമുക്കിവിടെ അക്കൗണ്ട് അവിടെ വന്നിട്ടുണ്ട്. ഓക്കെ, കൺഫേംഡ് കാണിക്കുന്നുണ്ട്. ഓക്കെ, 100 USDT നമ്മുടെ സാറ FXൽ വന്നിട്ടുണ്ട്. ഓക്കെ, ജസ്റ്റ് നമ്മൾ ഒന്ന് ബാക്ക് അടിക്കുക. ജസ്റ്റ് ഡാഷ്ബോർഡിലോട്ട് പോവുക. ഓക്കെ, സാറ FX എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ബാക്ക് അടിച്ച് നോക്കുക. അപ്പോൾ നമുക്കിവിടെ ഫ്രണ്ടിൽ നമുക്കിവിടെ കാണിക്കുന്നുണ്ട്. ഓക്കെ, നമുക്കിവിടെ $100 കയറിയായിട്ട് ഇവിടെ കാണിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ, ഡെപ്പോസിറ്റ് ഇത്രയേ ഉള്ളൂ. അപ്പം ഡെപ്പോസിറ്റ് ചെയ്ത് ഇനി നമ്മൾ ചെയ്യേണ്ടത് പറഞ്ഞാൽ ഇനി നമ്മൾ അതായത് മെയിൻ വാലറ്റിലാണ് നമുക്ക് വന്നേക്കുന്നത്. അപ്പം നമ്മൾ ട്രേഡിംഗ് അക്കൗണ്ടിലോട്ട് ഇത് മാറ്റേണ്ടതുണ്ട്. ഓക്കെ, അതായത് MT5 അക്കൗണ്ട് ഇപ്പം നമ്മൾ റിയൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്തതിലോട്ട് നമുക്ക് ഈ ഫണ്ട് മാറ്റണം. ഓക്കെ, അതിന് വേണ്ടിയിട്ട് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ ട്രാൻസ്ഫർ ഓപ്ഷനിൽ പോയിട്ട് അതിനകത്ത് നിന്ന് നമ്മൾ നമ്മുടെ മെയിൻ വാലറ്റ് ആദ്യം സെലക്ട് ചെയ്യുക. അതിനുശേഷം ഞാനിപ്പം അത് മാറ്റിയിട്ടുണ്ട്. ഓക്കെ, അത് മെയിൻ വാലറ്റിൽ നിന്ന് ട്രേഡിംഗ് അക്കൗണ്ടിലോട്ട് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ അതെങ്ങനെയാണെന്ന് കാണിച്ചു തരാം. അതിനുവേണ്ടി നമ്മൾ ജസ്റ്റ് താഴോട്ട് പോകുമ്പോൾ നമുക്ക് ട്രാൻസ്ഫറിൻ്റെ ഓപ്ഷൻ കിട്ടും. അപ്പോൾ അവിടെ ഫ്രമിൻ്റെ അവിടെ നമ്മുടെ മെയിൻ വാലറ്റ് സെലക്ട് ചെയ്യുക. അതിനുശേഷം 2ൻ്റെ അവിടെ നമ്മളെ ട്രേഡിംഗ് അക്കൗണ്ട് ഏതാണെന്ന് വെച്ചാൽ അത് MT5 ആ അക്കൗണ്ട് നമ്മൾ എടുത്ത അക്കൗണ്ട് സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം താഴോട്ട് പോവുക, എമൗണ്ട് അവിടെ അടിച്ചു കൊടുക്കുക. എമൗണ്ട് അടിച്ചിട്ട് നമ്മുടെ പ്രൊഫൈൽ പാസ്വേഡ് നമ്മൾ ആദ്യം കൊടുത്ത പാസ്വേഡ് അവിടെ അടിച്ചു കൊടുക്കുക, സബ്മിറ്റ് റിക്വസ്റ്റ് കൊടുക്കുക. അത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മൾ MT5 അക്കൗണ്ടിലോട്ട് കയറുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇങ്ങനെയാണ് നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്തിട്ട് നമ്മൾ ട്രേഡിംഗ് അക്കൗണ്ടിലോട്ട് ഫണ്ട് മാറ്റുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മളെ അക്കൗണ്ട് ഓക്കെ ആയിട്ടുണ്ട്. നമുക്ക് ജസ്റ്റ് നമ്മൾ MT5 കയറി നോക്കാം. അപ്പോൾ നമ്മൾ MT5 കയറുമ്പോൾ നമ്മളവിടെ ബാലൻസ് അവിടെ കാണിക്കുന്നുണ്ട്. ഓക്കെ, നമ്മളിതിനകത്ത് നമ്മുടെ ട്രേഡുകളെല്ലാം നമ്മളെ കാണിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ.